പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചയ്ക്കായി അമേരിക്ക ഇസ്ലാമാബാദിൽ എത്തില്ല. US സംഘത്തിന്റെ യാത്ര റദ്ദാക്കിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നു. പ്രതിനിധി സംഘം 18 മണിക്കൂർ യാത്ര ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് അർത്ഥമില്ല. പ്രശ്നം ഫോണിലൂടെ തീർക്കാൻ കഴിയുന്നതാണെന്നും ആവശ്യമെങ്കിൽ ഇറാന് വിളിക്കാമെന്നും ട്രംപ്. എന്നാൽ ഇതോടെ യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ആക്രമിച്ചാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടൽ തെറ്റിക്കുമാറുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് IRGC താക്കീത് നൽകി. പാക് നേതൃത്വവുമായി ചർച്ചകൾ പൂർത്തീകരിച്ച് ഇറാൻ സംഘം ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങി. യുദ്ധം തീർക്കാനുള്ള മികച്ച നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് കൈമാറിയതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. മേഖലയിൽ സമാധാനം ഉറപ്പാക്കാനായി ചർച്ചയ്ക്ക് ശ്രമം തുടരുമെന്ന് പാകിസ്ഥാനും വ്യക്തമാക്കി. MCA നാസർ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. MCA, ഞങ്ങൾ അങ്ങോട്ട് ചർച്ചയ്ക്കില്ല, ഇറാന് വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം, ഫോണിലൂടെ തീർക്കാവുന്ന പ്രശ്നമാണിത്, അതിനുമപ്പുറം ചർച്ചയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇറാൻ ഇങ്ങോട്ടേക്ക് വരാം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ഈ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയതാണോ അതല്ല വളരെ ആത്മാർത്ഥമായി തന്നെ ഈ ചർച്ച പരിഹരിക്കാൻ ഫോണിലൂടെയുള്ള ഒരു 1-2 കോളുകൾ മതി എന്ന് ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതാണോ? അതിനുമപ്പുറം യുദ്ധത്തിലേക്ക് ഞങ്ങളില്ല എന്നുകൂടി അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഈ ചർച്ചയ്ക്കുള്ള ഒരു സ്പേസ് ഡൊണാൾഡ് ട്രംപ് അവിടെ ഇട്ടുവെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിച്ചാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാനും ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് US സംഘം അങ്ങോട്ടേക്ക് പോകാതിരുന്നത്? MCA മഹേഷ്, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ നേതൃത്വത്തിൽ സംഘം ഇസ്ലാമാബാദിലെത്തുമ്പോൾ അമേരിക്ക വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം നേരത്തെ 2ാം വട്ട ചർച്ചയ്ക്ക് വേണ്ടി പല ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടന്നുവെങ്കിൽ പോലും അതൊക്കെ നിരസിച്ചുകൊണ്ട് ചർച്ചയോടുള്ള അനാഭിമുഖ്യം ഇറാൻ പ്രകടിപ്പിക്കുകയായിരുന്നു. തുടർന്ന് എന്തായാലും ഇസ്ലാമാബാദിലേക്ക് ഇറാൻ സംഘം എത്തുമ്പോൾ അമേരിക്ക പ്രതീക്ഷിച്ചത് തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പുതിയ ഉപാധികൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയും രേഖാമൂലമുള്ള ഒരു മറുപടിയും ഇറാൻ നൽകുമെന്നായിരുന്നു. അത് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപക്ഷെ യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ നീക്കുമാറുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുമെന്നായിരുന്നു. പക്ഷേ ഈ ഇന്നലെ രാത്രിയും ഇന്ന് പകൽ പൂർണ്ണമായിട്ടും നീണ്ടുനിന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അതോടൊപ്പം തന്നെ പട്ടാള മേധാവി അസീം മുനീർ എന്നിവരുമായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയത്. രേഖാമൂലമുള്ള മറുപടിയും പാകിസ്ഥാന് ഇറാൻ കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു അമേരിക്ക കരുതുന്നത് പോലെ ഒരു വിട്ടുവീഴ്ചയോ ഒരു കീഴടങ്ങുന്ന രീതിയോ അല്ല ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. തന്ത്രപ്രധാനമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള തങ്ങൾ ഇതുവരെ ഉയർത്തിപ്പിടിച്ച അതേ നിലപാടുകൾ തന്നെയാണ് ഈ പ്രതികരണത്തിലും ഇറാന്റെ ഭാഗത്തു നിന്ന് ആവർത്തിച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയയാണ്. അത് അനിശ്ചിതമായിട്ട് നീട്ടിവെക്കാൻ സാധ്യമല്ല എന്ന് അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം തൂക്കം വരുന്ന യുറേനിയം അത് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന ആ അഭ്യർത്ഥന പൂർണ്ണമായി തന്നെ ഇറാൻ നിരസിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. അതിലേറെ ഹോർമുസിന്റെ നിയന്ത്രണവും പരമാധികാരവും ഇറാനിൽ മാത്രം നിക്ഷിപ്തമായിരിക്കണമെന്ന ആ ഒരു ഉപാധി, ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധി, അത് തന്നെ ആവർത്തിക്കുകയാണ് ഈ ഇസ്ലാമാബാദ് ചർച്ചയിലും ഇറാൻ നേതൃത്വം ചെയ്തത്. ഈ വിവരം അറിഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നീക്കുപോക്കുകൾക്കുള്ള ഒരു സാധ്യത വിരളമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ നിരാശയും അല്ലെങ്കിൽ അതിലുള്ള നീരസം കൂടിയാണ് ട്രംപ് തൻ്റെ സംഘത്തിൻ്റെ ഇസ്ലാമാബാദിലേക്കുള്ള യാത്ര നിർത്തിവെച്ചതായിട്ടുള്ള പ്രഖ്യാപനത്തിലൂടെ തെളിയുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു യുദ്ധം പുനരാരംഭിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിലൂടെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്പേസ് അവിടെ ബാക്കി നിർത്തുകയാണ്. ഇനിയും ചർച്ചകൾക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യം ഏതായാലും ഇറാൻ നടത്തിയിരിക്കുന്ന ആശയവിനിമയം അമേരിക്കയെ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ നേതൃത്വം അറിയിക്കും. അതേ തുടർന്ന് ഏതെങ്കിലും മേഖലകളിൽ ഇനി 2ാം വട്ട ചർച്ചയ്ക്ക് ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക എന്ന നിലക്ക് മാത്രമാണ് ട്രംപ് ആ ഒരു സാവകാശം നൽകിയിരിക്കുന്നതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രധാന വിഷയങ്ങളിൽ ഇരുകൂട്ടർക്കുമിടയിലുള്ള ആ ഭിന്നത വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. അതേസമയം ഈ യാത്ര പൂർത്തീകരിച്ച് മടങ്ങിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറയുന്നത് ഈ നയതന്ത്ര പ്രശ്നപരിഹാരത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും താല്പര്യമുണ്ട് എന്ന് തങ്ങൾ അത്ര
ഗൗരവത്തിൽ കാണുന്നില്ല എന്നാണ്. കാരണം ആ അർത്ഥത്തിലുള്ള പ്രതികരണമല്ല അമേരിക്കൻ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു വിമർശനം കൂടി ഇറാൻ വിദേശകാര്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ഒമാനിലാണ് എത്തിയിരിക്കുന്നത്. ഒമാനിൽ നിന്ന് റഷ്യയും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇസ്ലാമാബാദിൽ എത്താനുള്ളൊരു സാധ്യത പാകിസ്ഥാൻ നേതൃത്വം, പാകിസ്ഥാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര ഉണ്ടാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം പാകിസ്ഥാൻ നടത്തുന്ന വരും ദിവസങ്ങളിലെ ശ്രമങ്ങളെ മാത്രം ആശ്രയിച്ചായിരിക്കും ഇനിയും ഇറാൻ സംഘം ഇസ്ലാമാബാദിൽ എത്തുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭ്യമാകുക. പക്ഷേ മഹേഷ്, ഇതിൽ ഇപ്പോൾ ഈ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ സന്ദർശനം പൂർത്തീകരിച്ച ഘട്ടത്തിൽ IRGC തങ്ങളുടെ നിലപാട് വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇറാന്റെ വിപ്ലവ സേനയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒന്ന്, ഈ നാവിക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയത് ഇനിയും ഇതേ സ്വഭാവത്തിൽ തുടരുകയാണെങ്കിൽ കനത്ത തിരിച്ചടി തങ്ങൾക്ക് നടത്തേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കാരണം തങ്ങളുടെ ഒരു കപ്പൽ ഇതിനകം തന്നെ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റ് കപ്പലുകൾ നിരീക്ഷിക്കാനും തടയാനുമുള്ള നീക്കങ്ങൾ കൂടി അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങൾ മേഖലയിൽ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് തിരിച്ചടി നൽകുമെന്ന് IRGC പറയുന്നത്. അതോടൊപ്പം തന്നെ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം അമേരിക്ക പുനരാരംഭിക്കുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടലുകൾ മറികടന്നുകൊണ്ടുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് IRGC മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു സ്പേസ് അവിടെ ഉണ്ട് ചർച്ചയ്ക്കുള്ള. പക്ഷെ അതേസമയം തന്നെ സൈനിക മുന്നൊരുക്കങ്ങൾ രണ്ടു കൂട്ടരും വളരെ ശക്തമായി തന്നെ തുടരുന്ന സംഘർഷം നിറഞ്ഞ അതേ സാഹചര്യം തന്നെയാണുള്ളത്. ഓർബസ് കടലിടുക്കിലെ സ്ഥിതിയിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഏതാണ്ട് 5 കപ്പലുകൾ ഈ വിലക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇറാൻ കപ്പലുകൾ കടന്നുപോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അമേരിക്ക കടുത്ത പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കവും ആ മേഖലയിൽ തുടർന്നതായിട്ട് ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും ലഭ്യമായിട്ടുമില്ല. മഹേഷ്.